ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഒരു ഓവർഹെഡ് പൊസിഷനിൽ 10 mm കട്ടിയുള്ള ഒരു MS പ്ലേറ്റിന്മേൽ സ്ട്രെയിറ്റ് ലൈൻ ബീഡുകൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ ബീഡുകൾ നിരത്താൻ MS പ്ലേറ്റുകൾ ഓവർഹെഡ് പൊസിഷനിൽ സെറ്റ് ചെയ്യുക. ഇലക്ട്രോഡ്, കറന്റ് പൊളാരിറ്റി, ആർക്ക് ലെങ്ത് എന്നിവ ഓവർഹെഡ് വെൽഡിങ്ങിന് സെലക്ട് ചെയ്യുക. യൂണിഫോം ബീഡ്സ് ഒരു നേർരേഖയിൽ ഒരു ഓവർഹെഡ് പൊസിഷനിൽ നിക്ഷേപിക്കുകയും ഉരുകിയ ലോഹം സാഗ് ചെയ്യുന്നത് നിയന്ത്രിക്കുകയും ചെയ്യുക. ബീഡുകളിൽ നിന്നുള്ള സ്ലാഗും നിയന്ത്രിക്കണം. ഇത്രയും കാര്യങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്ട്രെയിറ്റ് ലൈൻ ബീഡ്സ് വൃത്തിയാക്കി അവയ്ക്ക് എന്തെങ്കിലും ഉപരിതല വൈകല്യങ്ങൾ, അതായത് ഡിഫക്ട്സ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഈ പ്രവർത്തനം ചെയ്യാൻ ആവശ്യമായ ടൂളുകളും ഉപകരണങ്ങളും ശേഖരിക്കാം. സ്റ്റീൽ റൂൾ, സ്ക്രൈബർ, ബെഞ്ച് വൈസ്, 300 mm ബ്ലേഡുള്ള ഹാക്സോ ഫ്രെയിം, സെൻറ്റർ പഞ്ച്, ബോൾ പീൻ ഹാമർ, MS ഇലക്ട്രോഡ്, വെൽഡിംഗ് മെഷീൻ. സ്റ്റെപ്പ് 1. സ്കെച്ചിൽ കാണിച്ച പോലെ 10 mm കനവും 150 mm നീളവും 100 mm വീതിയുമുള്ള ഒരു മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ് തയ്യാറാക്കുക. സ്റ്റെപ്പ് 2. ഡ്രോയിങ് അനുസരിച്ച് പാരലൽ അഥവാ സമാന്തര ലൈൻസ് ഇടുക. സ്റ്റെപ്പ് 3. സെൻറ്റർ പഞ്ച് ഉപയോഗിച്ച് ലൈനുകൾ അടയാളപ്പെടുത്തി പഞ്ച് ചെയ്യുക. സ്റ്റെപ്പ് 4. പൊസിഷനറിൽ പ്ലേറ്റ് ഓവർഹെഡ് പൊസിഷനിൽ ഉറപ്പിക്കുക. നിങ്ങളുടെ ഉയരത്തിനനുസരിച്ച് ജോബ് ക്രമീകരിക്കുക. സ്റ്റെപ്പ് 5. 3.15 mm ഡയമീറ്റർ ഉള്ള MS ഇലക്ട്രോഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് 100 തൊട്ട് 110 ആംപിയർ കറണ്ട് സെറ്റ് ചെയ്യുക. ഓവർഹെഡ് പൊസിഷനിൽ വെൽഡ് ചെയ്യുമ്പോൾ ഒരു ഹെൽമറ്റ് ഉപയോഗിക്കണം, മറക്കരുത്. ഇലക്ട്രോഡ് ഹോൾഡർ കേബിൾ ഷോൾഡറിൽ വെച്ച് സപ്പോർട്ട് ചെയ്ത് പ്രവർത്തിപ്പിക്കുക. മറ്റ് സംരക്ഷണ വസ്ത്രങ്ങൾക്ക് പുറമെ ഹാൻഡ് സ്ലീവുകളും ലെഗ് ഗാർഡുകളും ഉപയോഗിക്കണം. സ്റ്റെപ്പ് 6. സാധാരണ വേഗതയിൽ ഷോർട്ട് ആർക്ക് ഉപയോഗിച്ച് പഞ്ച്ഡ് ലൈനിൻ്റെ ഒപ്പം ആദ്യത്തെ ബീഡ് നിക്ഷേപിക്കുക. ശരിയായ ടെക്നിക്ക് ഉപയോഗിച്ച് മോൾട്ടൺ പൂളും സ്ലാഗും നിയന്ത്രിക്കുക. സ്റ്റെപ്പ് 7. ബീഡ് ഡീസ്ലാഗ് ചെയ്ത് വൃത്തിയാക്കി എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. സ്റ്റെപ്പ് 8. ആദ്യത്തെ ബീഡിൻ്റെ കാര്യത്തിൽ ചെയ്ത പോലെ മറ്റ് ബീഡുകളും പഞ്ച്ഡ് ലൈനിൽ നിക്ഷേപിക്കുക. സ്റ്റെപ്പ് 9. എന്തെങ്കിലും വൈകല്യങ്ങൾ അഥവാ ഡിഫക്ട്സ് ഉണ്ടോ എന്നറിയാൻ വെൽഡ് ബീഡുകൾ പരിശോധിക്കുക. കുറ്റങ്ങളില്ലാതെ യൂണിഫോം സ്ട്രെയിറ്റ് ബീഡുകൾ നിക്ഷേപിക്കാൻ കഴിയുന്നത് വരെ ഇത് പ്രാക്ടീസ് ചെയ്യുക. സ്കിൽ സീക്വൻസ്. ഓവർഹെഡ് വെൽഡിംഗ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒന്നാണെങ്കിലും ശരിയായ വെൽഡിംഗ് ടെക്നിക്കുകൾ പിന്തുടർന്ന് എളുപ്പമാക്കാം. പൈപ്പിംഗ് വർക്കുകൾ, കപ്പൽ നിർമ്മാണം, സ്ട്രക്ചറൽ ക്യാപിറ്റൽ ഗുഡ്സ് മാനുഫാക്ചറിംഗ് എന്നീ മേഖലകളിൽ ഓവർഹെഡ് പൊസിഷനിൽ വെൽഡിംഗ് നടത്തുന്നുണ്ട്. ഒരു സ്ക്രൈബർ ഉപയോഗിച്ച് പാരലൽ ലൈനുകൾ മാർക്ക് ചെയ്യുക. ഒരു സെൻറ്റർ പഞ്ച് കൊണ്ട് രേഖകൾ അഥവാ ലൈൻസ് പഞ്ച് ചെയ്യുകയും ചെയ്യുക. ഓവർഹെഡ് പൊസിഷനിൽ ജോബ് സജ്ജീകരിക്കുമ്പോൾ പഞ്ച്ഡ് ലൈൻ ഉള്ള ജോബ് ഗ്രൗണ്ടിന് അഭിമുഖം ആയിരിക്കണം. ജിഗ് അല്ലെങ്കിൽ പൊസിഷനറിൻ്റെ ടെലസ്കോപ്പിംഗ് ട്യൂബുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഉയരത്തിന് അനുയോജ്യമായി ജോബിൻ്റെ ഉയരം ക്രമീകരിക്കണം. ഓവർഹെഡ് പൊസിഷനിൽ വെൽഡിംഗ് നടത്തുമ്പോൾ ഉരുകിയ ലോഹത്തിൻ്റെയും സ്പാറ്ററുകളുടെയും ചെറിയ കണങ്ങൾ ജോയിന്റിൽ നിന്ന് താഴേക്ക് വീഴാം. ഈ ചൂടുള്ള കണങ്ങൾ നിങ്ങളുടെ ദേഹത്ത് വീഴാതെ സൂക്ഷിക്കണം. ഹെൽമറ്റ്, ഹാൻഡ് സ്ലീവ്സ്, ലെഗ് ഗാർഡുകൾ, ഗ്ലോവ്സ്, ഏപ്രൺ, ഷൂസ് എന്നിവ ഉപയോഗിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അത് ഓർത്തു വെക്കണം. ഈ പൊസിഷനിൽ കേബിളിൻ്റെ ഭാരം കാരണം കൈ താഴേക്ക് വലിക്കപ്പെടാം. ഇത് കാരണം
ഒരു ഷോർട്ട് ആർക്ക് നിലനിർത്താൻ പ്രയാസവുമാണ്. കേബിൾ തോളിൽ വെച്ചാൽ, അതായത് ഷോൾഡറിൽ വെച്ചാൽ ഇത് കുറയ്ക്കാം. 3.15 mm വ്യാസമുള്ള MS ഇലക്ട്രോഡ് ഉപയോഗിക്കുക. പിന്നെ 100 to 110 ആംപിയർ കറൻറ്റും സെറ്റ് ചെയ്യുക. ഏതാണ്ട് 10 ആംപിയർ കറൻറ്റ് സെറ്റ് ചെയ്യുക. ഫ്ലാറ്റ് പൊസിഷനിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറവാണ് ഇത്. ഗ്രാവിറ്റേഷണൽ പുള്ളിംഗ് കുറയ്ക്കാനായി ഒരു ചെറിയ മോൾട്ടൺ പൂൾ നിലനിർത്തേണ്ടതും ആവശ്യമാണ്. ഇലക്ട്രോഡ് ബേസ് മെറ്റൽ സർഫസിനോട് 90 ഡിഗ്രിയിലും വെൽഡിൻ്റെ ഡയറക്ഷനിൽ 5 ഡിഗ്രി ടു 15 ഡിഗ്രിയിലും ഹോൾഡ് ചെയ്യണം. ഓവർഹെഡ് വെൽഡിങ്ങിനായി വെൽഡിംഗ് ഇലക്ട്രോഡ് ലംബത്തിൽ നിന്ന് 5 ഡിഗ്രി ടു 10 ഡിഗ്രി ആംഗിളിൽ പിടിക്കേണ്ടതുണ്ട്. ഇതിനർത്ഥം ഇലക്ട്രോഡ് അതിൻ്റെ യാത്രയുടെ ദിശയിൽ നിന്ന് അല്പം പിന്നോട്ട് മാറിയിട്ടായിരിക്കണം. ഓവർഹെഡ് വെൽഡിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ മുകൾ ദിശയിലും, അതായത് അപ്പ് ഹിൽ വെൽഡ് ചെയ്യേണ്ടതുണ്ട്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എതിരെ ഇലക്ട്രോഡിനെ ചലിപ്പിക്കണം, അതായത് ജോയിൻറ്റിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക്. ഒരു ഷോർട്ട് ആർക്ക് ഉപയോഗിച്ച് ഇതിനെ നിങ്ങൾക്ക് വിജയകരമായി മറികടക്കാം. പഞ്ച്ഡ് ലൈനിൻ്റെ കൂടെ ആദ്യത്തെ ബീഡ് നിക്ഷേപിക്കുക അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. ഗുരുത്വാകർഷണ പ്രഭാവം കുറയ്ക്കാൻ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറയ്ക്കാൻ വളരെ ചെറിയ ഒരു മോൾട്ടൺ പൂൾ നിലനിർത്തണം. ഉരുകിയ സ്ലാഗ് ഉരുകിയ ലോഹത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ ഇത് തടയുന്നു, അതായത് ഈ മോൾട്ടൺ പൂള് തടയും. വർക്ക് പീസിൻ്റെ അറ്റത്ത് റൺ നിക്ഷേപിക്കുക. രണ്ടാമത്തെയും ബാക്കിയുള്ള ബീഡുകളെയും വെൽഡ് ചെയ്യാൻ ഇതേ നടപടിക്രമം ആവർത്തിക്കുക. ബീഡുകളുടെ യൂണിഫോമിറ്റി, അണ്ടർ കട്ടുകൾ, സ്ലാഗ് ഇൻക്ലൂഷൻസ്, ബ്ലോ ഹോൾസ് തുടങ്ങിയ ഉപരിതല ഡിഫക്റ്റുകൾ ഉണ്ടോ എന്നറിയാൻ വെൽഡ് പരിശോധിക്കുക. റീക്യാപ്പ്: ഈ വീഡിയോയിൽ നമ്മൾ ഓവർഹെഡ് പൊസിഷനിൽ MS പ്ലേറ്റ് സെറ്റ് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ ബീഡുകൾ നിക്ഷേപിക്കുന്നത്, ഓവർഹെഡ് വെൽഡിങ്ങിന് വേണ്ടി ഇലക്ട്രോഡ് കറന്റ് പോളാരിറ്റി, ആർക്ക് ലെങ്ത് എന്നിവ സെലക്ട് ചെയ്യുന്നത് തുടങ്ങിയവ വിശദമായി ചർച്ച ചെയ്തുവല്ലോ. ഓവർഹെഡ് പൊസിഷനിൽ യൂണിഫോം ബീഡ്സ് നേർരേഖയിൽ നിക്ഷേപിക്കുക. പിന്നീട് ഉരുകിയ ലോഹത്തിൻ്റെ സാഗിങ്ങും ബീഡുകളിലെ സ്ലാഗും നിയന്ത്രിക്കുക. നേർരേഖയിലുള്ള ബീഡ്സ് വൃത്തിയാക്കി എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ ഇത് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നല്ല ഒരു പഠനം ആശംസിക്കുന്നു.